തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകരെ കീഴടക്കിയ പ്രശസ്ത നടി സങ്കരമഞ്ചി ജാനകി എന്ന ഷൗക്കത്ത് ജാനകി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചു. 94 വയസ്സായിരുന്നു ഷൗക്കത്ത് ജാനകിക്ക്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു വിയോഗം. 7 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ 40-ലധികം ഭാഷാ ചിത്രങ്ങളിലായി 400-ലേറെ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. 1950-ൽ LV പ്രസാദ് സംവിധാനം ചെയ്ത ഷാവുകാരു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് ജാനകി സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ഈ ചിത്രത്തിൽ വിജയമാണ് പിന്നീട് ഷൗക്കത്ത് ജാനകി എന്ന പേര് നൽകിയത്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി MG രാമചന്ദ്രന്റെ ഭാര്യയും നടിയുമായ VN ജാനകിയുമായി പേരിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കൂടിയാണ് ഇവർ ഈ പേര് സ്വീകരിച്ചതെന്നും അന്നു മുതൽ വാർത്തയിൽ എല്ലായിടത്തും വരുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സൂര്യമാനസം എന്ന മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അമ്മയായി അഭിനയിച്ച ഷൗക്കത്ത് ജാനകിയുടെ മരണം തന്നെയാണ്. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ മലയാളികൾക്ക് ഈ താരത്തിനെ കൂടുതൽ സുപരിചിതം. സൗത്ത് ഇന്ത്യയിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് പുട്ടുറുമീസിന്റെ അമ്മയായി തന്നെയാണ് ഓർമ്മ നിൽക്കുന്നത്. 7 പതിറ്റാണ്ടിലേറെ വേഷമിട്ട് 400-ലേറെ സിനിമകളിൽ തകർപ്പനായി അഭിനയിച്ച് നടിയും സഹനടിയുമായൊക്കെ എത്തി മലയാളികളെ ഉൾപ്പെടെ പലരെയും വിസ്മയിപ്പിച്ച ഒരു താരം തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷൗക്കത്ത് ജാനകി. പ്രശസ്ത ചലച്ചിത്ര നടി കൂടിയായ ഷൗക്കത്ത് ജാനകി അന്തരിച്ചത് ഇപ്പോൾ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത. സൂര്യമാനസത്തിലെ മമ്മൂട്ടിയുടെ അമ്മ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. മമ്മൂട്ടിയുടെ അമ്മയായി മലയാളികളുടെ മനം കാവുന്ന ഷൗക്കത്ത് ജാനകി അന്തരിച്ച വാർത്ത സൗത്ത് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രശസ്ത ചലച്ചിത്ര നടി ഷൗക്കത്ത് ജാനകി അന്തരിച്ചപ്പോൾ ഒരു വലിയ മലയാളികളുടെ തന്നെ പ്രീതി പിടിച്ചു പറ്റിയ താരത്തിന്റെ വാർത്തയായി തന്നെ ഇത് കാണപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തൊരു വാർത്തയായി ഇത് മാറുന്നു. സംസ്കാര ചടങ്ങുകൾ ചെന്നൈ തേനാംപേട്ടിയിൽ സൈനോട്ട് ഓഫ് റോഡിലുള്ള വസതിയിൽ വെച്ച് നടക്കും എന്നാണ് അറിയുന്നത്. തെലുങ്കിലും കന്നഡയിലും തമിഴിലുമെല്ലാം തിളങ്ങി നിന്നപ്പോൾ മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. എങ്കിലും മലയാളികളുടെ ഒരു സ്വഭാവം വെച്ച് ഒരു സിനിമയിലെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ താരത്തെ പിന്നീട് ഏറ്റെടുക്കുക എന്നത് തന്നെയാണ് സത്യം. അത് തന്നെയാണ് ഷൗക്കത്ത് ജാനകിയുടെ ജീവിതത്തിലും മലയാളികൾ ചെയ്തത്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയെന്ന് ഇപ്പോഴും പ്രേക്ഷകർ ഷൗക്കത്ത് ജാനകിയെ വിശേഷിപ്പിക്കും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.